കുറേ ദിവസമായിട്ട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞോ എന്ന്. ഗൈസ് എന്തായാലും നമ്മുടെ വീടിൻ്റെ പണികൾ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എങ്ങാണ്ട് ഒരു 2 റൂമിൻ്റെ പണി മാത്രം കഴിഞ്ഞിട്ടില്ല, ബാക്കി എല്ലാ വർക്കുകളും നമ്മളിപ്പം തീർത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഗൈസ് ഞാൻ പിന്നെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം ഇങ്ങനെ നമ്മൾ നീട്ടിക്കൊണ്ട് പോകുവാണെങ്കിൽ ഗൈസ് നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ നീണ്ടങ്ങ് പോകും. അത് മാത്രമല്ല ഒരു 2 റൂമിന് നമുക്ക് കുറച്ച് അധികം പണികളുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിന്നെ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മുടെ ആ ഒരു വീടിൻ്റെ ഹൗസ് വാമിങ് ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നെന്തായാലും കേസ് നമ്മുടെ വീട്ടിൽ നിങ്ങൾ അന്ന് കണ്ടതിനെക്കാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഇന്ന് കാണിച്ച് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ M5 ചെറുക്കനിലാണ് കേട്ടോ പോകുന്നത്. അത് മാത്രമല്ല ഗൈസ്, എൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ക്രിസും ഒരു ചെറിയ വീട് വാങ്ങിച്ചിരിക്കുകയാണ്. വെച്ചല്ല, വാങ്ങിച്ചൊരു വീടാണ്. പിന്നെ അവൻ അവിടെ കുറച്ച് മതിലും കാര്യങ്ങളും അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമുക്കെന്തായാലും കേസ് നേരെ അങ്ങ് പോയേക്കാം. ഇപ്പം ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലെന്നാണ് കേസ് എൻ്റെ ഒരു ഇത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. എനിക്കെന്നും ആഗ്രഹമുണ്ട് കേസ് ഡെയിലി വീഡിയോസ് ഇടണമെന്ന്, പക്ഷേ അത് നടക്കുന്നില്ല. നമുക്കത് സെറ്റാക്കണം. ഓക്കെ, ഞാൻ എന്തായാലും ആദ്യം എൻ്റെ വീട് കാണിച്ചു തരുന്നില്ല, നമ്മുടെ ക്രിസിൻ്റെ വീട് കാണിച്ചു തരാം. എൻ്റെ വീട് പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അല്ല, ഈ ഒരു വീഡിയോ തന്നെ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്രിസിൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീടിന് ഗേറ്റ് ഇട്ടിട്ടില്ല. ഗേറ്റ് ഇടണ്ട എന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. കാരണം നമ്മൾ എപ്പോഴും വണ്ടി എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോകുന്നതല്ല. അപ്പോൾ ഈ ഒരു ഗേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ ഇവിടെ ഒരു പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇവിടെ ഫ്ലോറും അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അവന് മെയിനായിട്ട് വേണ്ടത് പോർച്ചാണ്. ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ. ഇനി ഇപ്പുറത്തെ സൈഡിലും കൂടെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെയാണ് അവൻ്റെ പ്ലാന്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇവൻ്റെ വീട്ടിൽ. ഇനി ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, അങ്ങനെ ഒരു അത്യാവശ്യം വലിയൊരു വീടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ കളറ് ഇതെന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് ഞാൻ നോക്കിയത്. പക്ഷേ ഇതിൽ വൈറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്ട് ഇതുപോലൊരു ബ്ലൂ കളറാണ് വരുന്നത്. അതെന്താണ് എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കാണാൻ രസമൊക്കെ ഉണ്ട്. നമ്മുടെ നേരത്തെ ഉള്ള വീടിനെക്കാട്ടിലും വലിയൊരു വീടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ഞാനിവിടെ ഒരു ചെറിയൊരു പോർച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 2 കാറേ നമുക്കിവിടെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്രയും കാറുകളുള്ള എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു 2 കാർ ഇടാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കിപ്പം തോന്നിയിട്ടുണ്ടാവാം. നമുക്കൊരു വണ്ടിഭ്രാന്തൻ എന്നുള്ളൊരു നിലയിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കാർ പോർച്ചാണ്. അപ്പം ഞാനതെന്തായാലും ചെറുതാക്കുമോ? അതിന് ഒരു സർപ്രൈസ് ഉണ്ട്, ഞാൻ നിങ്ങളത് അവസാനം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഫാനൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ 2 സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ ഡെക്കറേഷനൊന്നും കേസ് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു നോർമൽ ഹൗസാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തൊട്ടിപ്പുറത്തോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഡൈനിങ് ടേബിൾ. പിന്നെ ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൻ്റെ അവിടെ എന്തോ ഒരു സാധനം കേസ് ഇത് താഴെ വീണ് പോയിട്ടുണ്ട്. അതെന്താണ്? ഓക്കെ, അതെന്തായാലും നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. വീഡിയോ എടുത്തു കഴിഞ്ഞ് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അത് കണ്ടില്ലായിരുന്നു. പിന്നെ എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേസ്, എൻ്റെ വീടിന് ലിഫ്റ്റ് വെക്കണമെന്ന്. അത് ഫൈനലി കേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു റൂം വരുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ആ റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ലിഫ്റ്റിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി അങ്ങ് മേളിലേക്ക് പോയേക്കാം. താഴെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. താഴെ ഒരു റൂം വരുന്നുണ്ട് കേട്ടോ. പിന്നെ മേളിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളൊരു ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്കിവിടെ ഒരു ഹോൾ ഇങ്ങനെ വേണമെന്ന് ഗൈസ് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ നമ്മൾ ചെയ്തതാണ്. പിന്നെ ഇവിടെ എൻ്റെ റൂം ഗൈസ് ഇവിടാണ് കേട്ടോ വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതുമാത്രമല്ല അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇവിടെ വേറൊരു കാലി റൂം കിടപ്പുണ്ട്. ഇത് ഞാനൊരു തിയേറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. എന്താണ്ട് ഇത് തുറക്കുമ്പം തന്നെ ഗൈസ് ഇതാണ് എൻ്റെ റൂം. ഒരു അടിപൊളി ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും വെക്കാനായിട്ടുള്ളൊരു സ്ഥലം, പിന്നെ AC, ഫാന്, അങ്ങനെ ചെറിയ കബോർഡ്, അങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ 2 അവേർഡ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ റൂമിലുള്ളത്. അങ്ങനെ വലിയ അടിപൊളി ലക്ഷറി റൂമൊന്നുമല്ല, കുഴപ്പമില്ലാത്തൊരു റൂമാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇവിടെ ഒരു ഡോർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതെന്തായാലും ഞാനിപ്പം തുറന്ന് കഴിയുവാണെങ്കിൽ നമ്മുടെ ഒരു സർപ്രൈസ് അങ്ങ് പൊളിയുന്നതായിരിക്കും. അത് നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് മേളിലോട്ടും താഴോട്ടും വരാനായിട്ടുള്ളതുകൊണ്ട് നമുക്കിപ്പം താഴോട്ടല്ലേ വേണ്ടത്. അപ്പോൾ ഞാൻ താഴോട്ട് പോയി കാണിക്കാവേ. ഓക്കെ, ഞാൻ തന്നെ താഴേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡോർ അങ്ങ് തുറക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ അതുകൊണ്ട് കണ്ടോ, വിത്തിൻ സെക്കൻഡ് കേസ് നമുക്ക് താഴോട്ട് വരാനായിട്ട് പറ്റും കേട്ടോ.
അതിൻ്റെ ഒരു ഇതാണ് ഞാൻ ലിഫ്റ്റ് വെച്ചത്. ഓക്കെ, ഇനി നമ്മുടെ കാർ പോർച്ച് ഇവിടെ വെക്കാൻ വലിയ കാർ പോർച്ചൊന്നും വെക്കാനായിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ മുറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു സംഭവം, നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് പോകേണ്ടതായിട്ട് വരും. വണ്ടി എടുത്ത് ദൂരെയൊന്നും പോകണ്ട, നമുക്ക് തൊട്ട് ബാക്കിലോട്ട് പോയാൽ മതി കേട്ടോ. പക്ഷേ ബാക്കിലോട്ട് കയറണമെങ്കിൽ കുറച്ച് സ്കില്ല് വേണം. അതിനുവേണ്ടി ആദ്യം വണ്ടി ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് നമ്മളൊന്ന് പോകണം കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് വരേണ്ടതായിട്ടുള്ളൊരു രീതിയുണ്ട്. ആ രീതി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ക്രിസിൻ്റെ വീടിരിക്കുന്ന ഒരു സൈഡില്ല, ആ സൈഡ് ചേർത്ത് അങ്ങോട്ട് പോയിട്ട് ഒറ്റ ഓടി അങ്ങ് ഓടിക്കണം. എന്നാലേ കേസ് നമുക്ക് കറക്റ്റ് കയറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതുപോലൊരു വഴിയുണ്ട്. അപ്പോൾ അതുവഴി നേരെ അങ്ങ് വിടുവാണെങ്കിൽ നമ്മുടെ ഒരു വലിയ കാർ പോർച്ചിലേക്ക് കേസ് ഞാൻ എത്തിയിരിക്കുകയാണ്. അത് അടിപൊളിയായിട്ട് നവൻ വൈറ്റി എന്നൊക്കെ ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വലിയ ഡ്രീം, വീട് വെക്കുന്നതിനെക്കാട്ടിലും എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ഒരു വലിയ കാർ പോർച്ച് വെക്കണം. അതെന്തായാലും നമ്മൾ സക്സസ്ഫുള്ളി വെച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രീമിലുണ്ടായിരുന്ന അതേ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏതാ വൈബ് ഗൈസ്, ആ ഒരു ലൈറ്റ് എല്ലാം കൂടെ വന്നപ്പം നല്ല രസമുണ്ട് നമ്മുടെ കാർ പോർച്ച് കാണാനായിട്ട്. ഇനി ഇവിടെ വണ്ടികളൊക്കെ നിരന്ന് കിടക്കുമ്പം വേറെ ലെവല്. പിന്നെ ഇവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് അത്രയും ദൂരം നടന്ന് കയറണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമല്ല, ഇവിടുന്ന് നേരെ ലിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നവും ഇല്ല, നേരെ വീടിൻ്റെ അകത്തോട്ട് ചെല്ലാനായിട്ട് പറ്റും. പിന്നെ ഞാൻ മുമ്പേ ഒരു ഡോറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു ഡോറ് ഇതേണ്ട് ഇവിടെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. നേരെ നമുക്ക് ബാൽക്കണിയാണ്, ആ ഒരു ബാൽക്കണി ഇറങ്ങി നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ കാറുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നതാണ്. പിന്നെന്ന് പറയുകയാണെങ്കിൽ ഈ സൈഡിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു കാർ പോർച്ചിൻ്റെ ബാക്കിൽ നമ്മൾ കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. അതിനു മുമ്പ് വീടിൻ്റെ ഒരു ഓവറോൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം വലിയൊരു വീട് തന്നെയാണ്, നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന വീടിനെക്കാട്ടിലും വലിയ വീടാണ്. പിന്നെ അങ്ങോട്ടുള്ള റോഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് വണ്ടികളൊന്നും പോകണ്ട. അപ്പോൾ ഈ ഒരു പാലം കേസ് ഇനി യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ പോകണമെങ്കിൽ കറങ്ങി തിരിഞ്ഞൊക്കെ പോകേണ്ടതായിട്ട് വരും. ഇനി ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം, വീടിൻ്റെ ആ ഒരു വലുപ്പം നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റുമല്ലോ. എൻ്റെ മോനെ, ഇപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ലക്ഷറി വീട് പോലെ തോന്നുന്നുണ്ടോ? എനിക്കെന്തായാലും തോന്നുന്നുണ്ട്. ഞാൻ പണിതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ കാർ പോർച്ചിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ഹിഡൻ ഡോർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. അത് പ്രത്യേകിച്ചൊന്നുമില്ല, മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ AC-യുടെ സംഭവങ്ങളും, പിന്നെ ഇവിടെ കുറേ കേസ് മിഷനറീസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കണ്ടോ, ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കുമ്പം ഇവിടെ നമുക്കൊരു പെട്രോൾ ഒരു മെഷീൻ കാണാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ വണ്ടിക്കകത്ത് പെട്രോൾ വല്ലതും തീർന്ന് പോവുകയാണെങ്കിൽ വീട്ടിൽ തന്നെ എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടുന്ന് പെട്രോൾ അടിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റുന്നതാണ്. ഏതാ വൈബല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേസ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി അടുത്ത ദിവസം ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. 20 പേർക്കേ വരാനായിട്ട് പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ വരാം, എൻ്റെ വീടൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളെന്തായാലും വരാം. ഞാൻ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കേസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും വരുമ്പം കുറച്ച് ഡെക്കറേറ്റീവ് പരിപാടികളോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്തല്ലായിരിക്കും പാർക്കിങ് വരുന്നത്. നിങ്ങൾ വരുമ്പം നിങ്ങളുടെ കാറുകളെല്ലാം നമ്മുടെ ക്രിസിൻ്റെ വീട്ടിലായിരിക്കും കേട്ടോ പാർക്കിങ്. അപ്പോൾ അതെന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് പറയണേ. അപ്പോൾ ബൈ ഗൈസ്.